ഒരു തമിഴ് കോർട്ട് റൂം ഡ്രാമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. വരലക്ഷ്മി ശരത് കുമാർ, സുഹാസിനി, ശ്രുതി ഹരിഹരനൊക്കെ അഭിനയിച്ച ദ വേർഡിക്ട് എന്നാണ് പടത്തിന്റെ പേര്. സൺ നെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്. വരലക്ഷ്മി ശരത് കുമാറും മറ്റേ നമ്മുടെ സുഹാസിനി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. വരലക്ഷ്മി ശരത് കുമാർ കുറച്ചു കാലമായിട്ട് അടിപൊളി പടങ്ങൾ നല്ല നല്ല ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അടുത്തായിട്ടൊക്കെ ചവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് ശിവാംഗി ദ ലയണസ്. സോ അത് സിനിമ കണ്ടവർക്ക് അറിയാം, കണ്ടതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സുഹാസിനി പിന്നെ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആട്ടോ. ഈ സുഹാസിനി സുരേഷ് ഗോപിയും കൂടി അഭിനയിച്ച സമൂഹം പറഞ്ഞ സിനിമ ഞാൻ എത്ര വട്ടം കണ്ടിട്ടുള്ളത് പോലും എനിക്കറിയില്ല. അത്രയും വട്ടം ഞാൻ കണ്ടിട്ട് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പടം. സോ ഇപ്പൊ OTT പ്ലാറ്റ്ഫോംസ് വന്നു പറഞ്ഞാലും പണ്ടത്തെ ആ ഒരു വൈബ് മിസ്സിംഗ് ആ. പണ്ട് എന്തായിരുന്നു, കൈരളി TV, കിരൺ TV, സൂര്യ TV, ഏഷ്യാനെറ്റ്, മഴവിൽ മനോരമ ആൻഡ് അതിലൊക്കെ ഉച്ചയ്ക്കൊക്കെ കിടിലം പടങ്ങളായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ സമൂഹമൊക്കെ ഇഷ്ടം പോലെ തവണ ഇട്ടുണ്ട്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ. ഇപ്പൊ സുഹാസിനിയുടെ പടങ്ങൾ ഉണ്ട് വെച്ചൊരു ക്വാളിറ്റി സിനിമ ആയിരിക്കുന്നത് ഏകദേശം ഉറപ്പായിരുന്നു. ഈ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ US ആണ് കാണിക്കുന്നത്. അവിടെ വന്നിട്ട് ഈ മറ്റേ മൾട്ടി മില്യനെയർ ആയ ഒരു സ്ത്രീ, അതായത് നമ്മുടെ സുഹാസിനി കൊല്ലപ്പെടുന്നു. ആൾക്ക് ഏകദേശം $150 മില്യൺ എന്താണ് വർത്ത് ഉള്ളത്. അപ്പോ അത് ആ സ്ത്രീ ആരെങ്കിലും കൊന്നതാണോ അതോ വയസ്സായിട്ട് മരിച്ചതാണോ, ഇതൊരു കേസ് ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ കോർട്ട് റൂം ഡ്രാമയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. സോ കോർട്ട് റൂം ഡ്രാമ പറയുമ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ ഈ പ്രസന്റ് ചെയ്ത കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് നോബഡിയോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ നേരൊന്നും പ്രതീക്ഷിക്കരുത്. ഇത് തുടക്കത്തിൽ കുറച്ച് സീൻസ് ഒക്കെ അടിപൊളിയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഉറക്കം തൂങ്ങി സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. യൂഷ്വലി ഒരു കോർട്ട് റൂം ഡ്രാമ പറയുമ്പോൾ രണ്ട് വക്കീലന്മാർ തമ്മിൽ കൊമ്പ് ഓർക്കുന്നത് നമ്മൾ കാണുക. അത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് അവർക്ക് തന്നെ ഒരു ജീവനില്ല. പിന്നെ ഈ സിനിമ തമിഴ് സിനിമ അല്ല, ഇതെന്ത് US കാണിക്കുന്നു പറഞ്ഞിട്ട് ഫുൾ ഇംഗ്ലീഷാണ്. അതിൽ പകുതി പേര് ഇംഗ്ലീഷ് കാണാപ്പാടം പഠിച്ച് പറയുന്ന പോലെയാണ് പറയുന്നത്. കേട്ടാൽ തന്നെ മനസ്സിലാവും. വരലക്ഷ്മി ശരത് കുമാറൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോൾ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് തോന്നും അവിടുത്തെ ഒരാളാണെന്ന് തോന്നും. പക്ഷെ ഇതിലൊരു ഓഫീസർ ആയിട്ട് ഒരു കൊച്ചുണ്ട്, കാണാപ്പാടം പഠിച്ച് പറയുന്ന പോലെയാണ് പറയുന്നത്. ശ്രുതി ഹരിഹരനാണ് ഇതിലെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സോ ആള് ഇമോഷണൽ സീൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സുഹാസിനിക്ക് വലിയ പെർഫോം ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് നിങ്ങൾ എന്തോ ചെയ്തോ, ആരെ കണ്ടുപിടിച്ചോ, എന്ത് ട്വിസ്റ്റോ ടേണോ കൊണ്ടുവന്നോ ഒരു കുഴപ്പമില്ല, നമുക്കൊരു താല്പര്യമില്ല. ആ ഒരു രീതിയിലാണ് ഈ പടം എടുത്തിട്ട് പോയിരിക്കുന്നത്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഓൾമോസ്റ്റ് ഡയലോഗ്സ് ഒക്കെ ഇംഗ്ലീഷ് ആണ്. വല്ലപ്പോഴും മറ്റേ മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ 1-2 തമിഴ് ഡയലോഗ്സ് വരുന്നുള്ളൂ. എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു പടം, സീരിയസ്ലി പറയാം. എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ഭയങ്കര വീക്കാണ് ഈ സിനിമയും. സോ യൂഷ്വലി ഒരു കാർട്ടൂൺ ഡ്രാമ പറയുമ്പോൾ ഒന്ന് നമ്മൾ നേര് അല്ലെങ്കിൽ മറ്റേ കോട്ടയം സ്റ്റേറ്റ് വേഴ്സസ് നോബഡി പോലെ ക്ലാസ് ആണ് എടുത്തു വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ മറ്റേ പടമില്ല, എന്നാലും ചിന്താമണി കൊലക്കേസ് വേണ്ടി സുരേഷ് ഗോപിയുടെ അഴിഞ്ഞാട്ടം പോലത്തെ ഒരു പടം എടുത്തു വെക്കുക. ഇത് അതും ഇല്ല ഇതും ഇല്ല, എന്നാൽ കണ്ടിരിക്കാൻ പറ്റുമോ അതും ഇല്ല. ഉറക്കം തൂങ്ങി പടം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ വേണ്ടവർ കണ്ടു വെക്കുക. വലിയ ആരും പെർഫോമൻസ് അധികം എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. ഇതിന്റെ ട്വിസ്റ്റ് ഒക്കെ പ്രെഡിക്റ്റബിൾ. അതിൽ ഒരുത്തരുണ്ട്, അതിനെ കണ്ടാൽ തന്നെ അറിയാം അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ അവസാനം ട്വിസ്റ്റിന്റെ മുകളിൽ ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ചിരിയാണ് വന്നത്. സോ വേണ്ടവർ കണ്ടു വെക്കുക. ചിലർക്ക് ഇത് കിടിലം പടമായിരുന്നു. സോ